ഹായ് ഓൾ, വെൽക്കം ടു ഏക്കൽ ലേണിംഗ്. നിങ്ങളെ ഈ വീഡിയോ ഇപ്പം തന്നെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുത്തോ. കാരണം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾ കേട്ടതാണ് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള കോലാഹലങ്ങൾ, ശരിയല്ലേ? അപായ സൂചന മുഴങ്ങും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. കാരണം എക്സാമിന് ശേഷം നമ്മൾ കേട്ട പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നമ്മുടെ മെയിൻ എക്സാം കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ശരിയല്ലേ? സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, അപായ സൂചന മുഴങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നിങ്ങൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? തിയറി എക്സാമിനേഷൻ. ഏതിൻ്റെ? IT-യുടെ, ശരിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ തന്നെ പറയൂ, താഴെ കമന്റ് ബോക്സ് പറഞ്ഞോളൂ, എങ്ങനെ ഉണ്ടായിരുന്നു? എന്നോട് സംസാരിച്ച ഭൂരിപക്ഷ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു, സാറേ കുറച്ച് കട്ടിയായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ സൂചന തരുന്നതെന്ന് അറിയാവോ? ഉറപ്പിച്ചോളൂ, മെയിൻ എക്സാം കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പഠിക്കേണ്ടതുണ്ട്. അതിനുള്ള ഫുൾ സപ്പോർട്ട് ഏകൻ നിങ്ങൾക്ക് തരും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ ഒരു കാര്യം കൂടി നിങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? IT-യുടെ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അതേപോലെ ഞങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്, എന്താണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും പറയാം. ഞങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സ് വായിക്കും. ശേഷം ഞങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ടൂളാണ് ഏത്? നമ്മുടെ കമന്റ് ബോക്സ്. അതുകൊണ്ട് മസ്റ്റായിട്ടും ഈ കാര്യം ചെയ്യുക കേട്ടോ. ഇനിയൊരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? നമുക്ക് വീണ്ടും കാണാം. ബൈ.